തിരുവനന്തപുരമാണ് ആദ്യത്തെ എയർപോർട്ട് ഈ ഹൈ റീച്ച് എക്സ്റ്റെൻഡബിൾ ടററ്റ് എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ക്രാഷ് ടെൻഡർ വാങ്ങുന്നത്. ഹായ്, എൻ്റെ പേര് സഞ്ജീവ് കുമാർ. ഞാൻ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫയർ ചീഫാണ്, എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് സർവീസസിൽ. ഈ ക്രാഷ് ഫയർ ടെൻഡർ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന വാഹനമാണ്. റോസൻബവർ എന്നുള്ള കമ്പനിയുടെ പാന്തർ എന്നുള്ള മോഡലാണ് ഇത്. കേരളത്തിൽ നമ്മൾ തിരുവനന്തപുരമാണ് ആദ്യത്തെ എയർപോർട്ട് ഈ ഹൈ റീച്ച് എക്സ്റ്റെൻഡബിൾ ടററ്റ് എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ക്രാഷ് ഫയർ ടെൻഡർ വാങ്ങുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ 7473, 80 തുടങ്ങിയിട്ടുള്ള വിമാനത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളിൽ കയറാതെ തന്നെ പുറത്തു നിന്ന് നമുക്ക് വിമാനത്തിൻ്റെ ബോഡി പിയേഴ്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം അല്ലെങ്കിൽ ഫോം യൂസ് ചെയ്ത് ആ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാണ്. അതുപോലെ തന്നെ കാർഗോ ഹോൾഡ് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് തന്നെ ഇത് പിയേഴ്സ് ചെയ്തിട്ട് തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇത് 16.1 ലിറ്റർ വോൾവോ ഡീസൽ എഞ്ചിനാണ്. യൂറോ 5 സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നതാണ്. 700 HP പവറുള്ളതാണ്. 515 kW ആണ് ഇതിൻ്റെ പവർ. ടോപ്പ് സ്പീഡ് വന്നിട്ട് 120 km/h ആണ്. ആക്സിലറേഷൻ 0 to 80 km/h ഇൻ ലെസ് ദാൻ 30 seconds. അതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. ഈ വണ്ടിയുടെ ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് 36,000 kilograms ആണ്, അഥവാ 36 tons ആണ്. ഇതിനകത്ത് 11,300 liters വെള്ളമുണ്ടാവും, 1,300 liters ഫോം ഉണ്ട്, 250 kilograms വാട്ടർ ഉണ്ടാവും. ഇതിൻ്റെ ടയർ സാധാരണ നമ്മൾ കാണുന്ന ക്രാഷ് ഫയർ ടെൻഡറുകൾക്കുള്ള ടയറുമല്ല, കുറച്ചുകൂടെ വീതിയുള്ള ടയറുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓഫ് റോഡ് ഡ്രൈവിംഗ് കേപ്പബിലിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പമ്പ് 9,000 liters/minute ഡിസ്ചാർജ് കേപ്പബിലിറ്റി ഉള്ള പമ്പാണ്. ഇതിൻ്റെ മോണിറ്റർ വന്നിട്ട് 6,000 liters/minute ഡിസ്ചാർജ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇത് രണ്ടും കൂടാതെ നമുക്ക് ഇതിലൊരു ബമ്പർ ടററ്റ് ഉണ്ട്, അത് ഒരു 1000 liters/minute കേപ്പബിലിറ്റി ഉള്ളതാണ്. ഈ വാഹനത്തിൽ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് കൂടാതെ ധാരാളം റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സും ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലിരിക്കുന്ന ഓരോ ഫയർ ഫൈറ്ററിൻ്റെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് അപ്പാരറ്റസ് സെറ്റ്സുകളെല്ലാം ഈ സീറ്റുകളിലെല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ വണ്ടി നമുക്ക് ചെറിയ ഗ്രാസ് ഫയർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫയർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ വണ്ടിക്ക് വന്നിട്ട് ഈ സ്വിച്ച് ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. ബാറ്ററി ഇഗ്നിഷൻ എല്ലാം ഈ സ്വിച്ചിലാണുള്ളത്. ഇത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ്, പാർക്കിംഗ് ലൈറ്റ്സ് എല്ലാം ഈ സ്വിച്ചിലാണ് വരുന്നത്. ഈ സ്വിച്ചിൽ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്സ്, അതുപോലെ ഇൻ്റർ ആക്സിൽ ലോക്സ് ആണ്. ഇതിന് നമ്മൾ ജോയ്സ്റ്റിക് എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജോയ്സ്റ്റിക്കാണ്. ബേസിക്കലി ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റൂഫ് മോണിറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മറ്റൊരവസരത്തിൽ നമ്മൾ ഈ ബൂം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അഥവാ HRET എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോണിറ്ററും യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ബൂമിനുള്ള ഫങ്ഷൻസും എല്ലാം ഇതിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് പല പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതീവ ശ്രദ്ധയോടുകൂടിയും അതീവ ജാഗ്രതയോടുകൂടിയും വേണം ഇത് ഉപയോഗിക്കാൻ. അതുപോലെ ഈ ഇൻഡിക്കേഷൻ നമുക്കിവിടെ തരുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നത് നമ്മുടെ വാട്ടർ ടാങ്ക് ഇപ്പോൾ ഫുള്ളാണ്. ഈ 4 LED കത്തുന്നുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ഫുള്ളാണ്, നമുക്ക് ഫുൾ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. നമ്മളിത് HRET എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ത്രോ കുറയും, 6,000 liters/minute എന്നുള്ള ത്രോ കുറയും. ആ സമയത്ത് ഇത് 3 ലൈറ്റ് മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട് 50% ഔട്ട്പുട്ട് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ 2 ലൈറ്റ് ഇവിടുന്ന് മാറി. അതായത് ഇതിൻ്റെ അർത്ഥം ഇതിപ്പോൾ റെഡ്യൂസ്ഡ് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ 50% ഔട്ട്പുട്ടിലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഔട്ട്പുട്ട് കിട്ടും. ഈ അവസ്ഥയിൽ ഇതിന് തമ്പ് ജോയ്സ്റ്റിക്ക് നമ്മൾ പറയും. ഈ അവസ്ഥയിൽ ഈ തമ്പ് ജോയ്സ്റ്റിക്കിന് പ്രത്യേകിച്ച് ഫംഗ്ഷനുകളില്ല. എന്നാൽ നമ്മൾ HRET ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തമ്പ് ജോയ്സ്റ്റിക്കിലാണ് നമ്മുടെ ഈ ബൂമിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. ഇതിൻ്റെ സിമിലറായിട്ടുള്ള ഒരു ജോയ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ബമ്പർ ടററ്റ്, ഈ ബമ്പറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ടററ്റിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബമ്പർ ടററ്റ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എൻജിൻ ഫയർ, അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടർ ക്യാരേജ് ഫയർ, വീലുകളിലൊക്കെ ഫയർ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ലെവൽ അറ്റാക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ധാരാളം പ്രത്യേകതകളുള്ളതാണ് ഈ സ്ക്രീനുകൾ. ഇതിലുള്ള ഓരോ സ്വിച്ചസിലേക്കും ഓരോ ഓപ്ഷൻസിലേക്കും പോകാൻ നമ്മൾ ഓരോ ഫെദർ ടച്ച് സ്വിച്ചസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് ഈ വണ്ടി ABS ഫിറ്റഡ് ആണ്. നോർമൽ ബ്രേക്ക് കൂടാതെ ഒരു എൻജിൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതും കൂടാതെ നമ്മുടെ ഈ വണ്ടിയുടെ റിയർ വീൽ സ്റ്റിയറിംഗ് എനേബിൾഡ് ആയിട്ടുള്ള വണ്ടിയാണ്. റിയർ വീൽ സ്റ്റിയറിംഗ് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ വണ്ടി നമുക്ക് ഒരു 360 ഡിഗ്രി ടേൺ എടുക്കണമെങ്കിൽ
28.1 മീറ്റേഴ്സ് ആണ് അതിൻ്റെ വോൾ ടു വോൾ ഡിസ്റ്റൻസ്. റിയർ സ്റ്റിയറിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24.1 മീറ്റേഴ്സിൽ നമുക്ക് ഒരു ഫുൾ ടേൺ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് എടുക്കാം. ഇതിൻ്റെ ബമ്പർ ടററ്റ് ഉണ്ട്. ഇത് സാധാരണ എല്ലാ വണ്ടികൾക്കും തന്നെ ഉള്ളതാണ്. ഇതൊരു 1000 ലിറ്റർ പെർ മിനിറ്റ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിൽ നമുക്ക് ജെറ്റ് സ്പ്രേ ഓപ്ഷനുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇതുള്ളത് ഹൈ റിച്ച് എക്സ്റ്റനബിൾ ടററ്റിൽ തന്നെയുള്ള റൂഫ് മോണിറ്ററാണ്. ഈ റൂഫ് മോണിറ്ററിൽ നമുക്ക് 6000 ലിറ്റർ പെർ മിനിറ്റ് കേപ്പബിലിറ്റി ഉള്ളതാണ്. അതേപോലെ അതിൽ നമുക്ക് ജെറ്റ് സ്പ്രേ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. റൂഫ് മോണിറ്ററിന് അടുത്ത് തന്നെയുള്ളതാണ് നമ്മുടെ പിയേഴ്സിംഗ് നോസിലുള്ളത് ഹൈ റീച്ച് എക്സ്റ്റൻഡബിൾ ടററ്റ് ഉള്ളത്. അത് നമുക്ക് 16.5 മീറ്റേഴ്സ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർത്താൻ സാധിക്കും. അത്ര ഉയരത്തിലുള്ള തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സഹായകരമായിട്ടുള്ളൊരു ഉപകരണമാണിത്. ഇത് നമ്മുടെ പമ്പ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും നമ്മൾ. ഇവിടെ നമ്മൾ ഹോസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫയർ ഫൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഇതിനുള്ളിൽ 250 കിലോഗ്രാം ഡ്രൈ കെമിക്കൽ പൗഡറാണ് ഉള്ളത്. ഈ ഡ്രൈ കെമിക്കൽ പൗഡർ നമ്മൾ മെറ്റൽ ഫയറിന് അതേപോലെ പെട്ടെന്ന് ക്വിക്ക് നോക്ക് ഡൗൺ കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 കിലോഗ്രാംസ് പെർ സെക്കൻഡാണ് ഇതിൻ്റെ ഡിസ്ചാർജ് റേറ്റ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 സെക്കൻഡ്സിൽ ഇത് എക്സോസ്റ്റ് ആവും. അതിൻ്റെ എക്സ്പെല്ലിംഗ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രജൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗണ്ണാണിത്. ഹോസ് കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഹോസ് ഇതിൽ കണക്ട് ചെയ്യുന്നു.